കൂത്തുപറമ്പ് നഗരസഭ ചെയർമാനായി LDF-ലെ വി ഷിജിത്തിനെ തിരഞ്ഞെടുത്തു. 6ാം വാർഡ് കൗൺസിലറാണ് CPM-ലെ വി ഷിജിത്ത്. 24 വോട്ടും ലഭിച്ചുകൊണ്ടാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൂത്തുപറമ്പ് മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട വി ഷിജിത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. യുവത്വം എന്ന നിലയിൽ എന്നെ നിർദ്ദേശിക്കുകയും ഇവിടെ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെയെല്ലാം സംസാരിച്ച നേതൃത്വം മുൻകാല സാരഥികളെല്ലാം ഇവിടെ നിർദ്ദേശിച്ചതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൂത്തുപറമ്പിൻ്റെ സമഗ്രമായ വികസനവും കൂത്തുപറമ്പിലെ നഗരത്തിലെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ അടിസ്ഥാന പശ്ചാത്തല സൗകര്യമൊരുക്കലുമെല്ലാം നമുക്ക് കൂട്ടായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കഴിഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് നിശ്ചയിച്ച കമ്മീഷൻ കഴിഞ്ഞ മാർച്ച് അവസാനത്തോടുകൂടി കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു ഭാഗം ഏതാണ്ട് 2030-35 ആകുമ്പോഴേക്കും 90% ജനങ്ങളും നഗരജനതയായി മാറും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നഗരാസൂത്രണത്തിൻ്റെ ഭാഗമായി വലിയ ഉത്തരവാദിത്വവും പ്രസക്തിയുമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നാം നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒരു കുറഞ്ഞത് 50 വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിലേക്കെങ്കിലും കണ്ടുകൊണ്ട് കൂത്തുപറമ്പിൻ്റെ മുന്നോട്ടേക്ക് പോക്കിന് കുതിപ്പിന് ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഏറ്റെടുക്കേണ്ടത്. മത്സരിച്ച UDF-ലെ PK സതീഷിന് 3 വോട്ടും ലഭിച്ചു. 2 പേർ തിരഞ്ഞെടുപ്പിൽ എത്തിയില്ല. LDF ചെയർമാൻ സ്ഥാനത്തേക്ക് 6ാം വാർഡ് കൗൺസിലർ CPM-ലെ വി ഷിജിത്തിനെ 29ാം വാർഡ് കൗൺസിലർ CPI-ലെ K വിനീത നിർദ്ദേശിച്ചു. 22ാം വാർഡ് കൗൺസിലർ RJD-യിലെ N ധനഞ്ജയൻ പിന്താങ്ങി. 28ാം വാർഡ് കൗൺസിലർ PK സതീഷിന്റെ പേര് UDF-ലെ 24ാം വാർഡ് കൗൺസിലർ KV ജയരാജ് നിർദ്ദേശിച്ചു. 26ാം വാർഡ് കൗൺസിലർ UDF-ലെ സുധീർ ബാബു പിന്താങ്ങി. തുടർന്ന് വോട്ടെടുപ്പിലൂടെ വി ഷിജിത്തിനെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വി ഷിജിത്തിന് 24 വോട്ടും UDF-ലെ PK സതീഷിന് 3 വോട്ടുമാണ് ലഭിച്ചത്. അതേസമയം അരമണിക്കൂറിലേറെ വൈകിയെത്തിയ 4ാം വാർഡ് കൗൺസിലർ BJP-യിലെ വി രമിതയ്ക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. നടപടിക്രമങ്ങൾ 10:30 തന്നെ ആരംഭിച്ചിരുന്നു. ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരമുണ്ടായതിനാൽ മിനിറ്റ്സിൽ ഒപ്പുവച്ച കൗൺസിലർമാർക്ക് മാത്രമാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. 11:05 സ്ഥലത്തെത്തിയ രമിത വോട്ടെടുപ്പ് നടക്കുന്ന ഹാളിനകത്തേക്ക് കടക്കാൻ അനുവാദം ചോദിച്ചെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ അനുവദിച്ചില്ല. 27ാം വാർഡിലെ UDF കൗൺസിലർ ജിഷ രജീഷ് എത്തിയിരുന്നില്ല. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.